അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ആളുകളും വിളിച്ചു ചോദിക്കാറുള്ള, എത്രയോ സ്ത്രീകൾ വിളിച്ചു ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മക്കളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തെറ്റായ ബന്ധം, അവിഹിത ബന്ധം. ഭാര്യ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങൾ, അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഒന്ന് ഒഴിവായി കിട്ടണം, ഇല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസമാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ച് ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലും അതുപോലെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊക്കെ ശക്തമായ അത്ഭുത മന്ത്രമാണ് ഈ ആയത്തിൽ, ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പഠിപ്പിക്കുന്ന ഈ ആയത്ത്. 77 തവണ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ചൊല്ലിയാൽ മതി. നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോഴും കോളേജിൽ പഠിക്കുന്ന നിങ്ങളെ പെൺകുട്ടികളുടെ അവളെ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ബന്ധമായിരിക്കും, ഭർത്താവിൻ്റെ ബന്ധമായിരിക്കും, പിതാവിൻ്റെ ബന്ധമായിരിക്കും, അതുപോലെ ഭാര്യയുടെ ബന്ധമായിരിക്കും. ഇങ്ങനെ പല ആളുകൾ, നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് ഈ 3 ആയത്തുകളും ഒരുമിച്ച് ചൊല്ലുക. അതൊരു പ്രാവശ്യമാണ്. അങ്ങനെ 77 പ്രാവശ്യം ഈ ആയത്തുകൾ ചൊല്ലുക. പിന്നീട് അള്ളാഹുവിനോട് ആ ബന്ധം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഒന്നാമത്തെ ആയത്ത്, ربنا اكشف عنا العذاب إنا مؤمنون. ഒന്നാമത്തേതാണ്. 2, يومئذ يصدر الناس أشتاتا ليروا أعمالهم. 3, انفروا خفافا وثقالا. ഇത് 3 കൂടി ഒന്ന്, അങ്ങനെ 77 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഈ ഒരു ബന്ധം, നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ആരുമായിട്ടുള്ള ബന്ധമാണ് പിരിയേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിൽ വിചാരിച്ച് അത് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഒന്നും കൂടി പറയാം. ربنا اكشف عنا العذاب إنا مؤمنون. രണ്ടാമത്തത്, يومئذ يصدر الناس أشتاتا ليروا أعمالهم. 3, انفروا خفافا وثقالا. ഇങ്ങനെ 3 കൂടിയത് 1, അങ്ങനെ 77 പ്രാവശ്യമാണ് പറയേണ്ടത്. ഒന്നും കൂടി, ربنا اكشف عنا العذاب إنا مؤمنون يومئذ يصدر الناس أشتاتا ليروا أعمالهم انفروا خفافا وثقالا.